വണ്ടി സ്റ്റാർട്ടായി. ഇത്രയേ ഉള്ളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വരെ ഉള്ള കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിലൊരു വാഹനം കിടക്കുന്ന സമയത്ത് ഇറക്കത്തായിരിക്കാം നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ പോസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ വാഹനം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുമ്പോട്ട് പോയി ഇടിക്കുമോ, അല്ലെങ്കിൽ വണ്ടി പോയി മുന്നേ പോയി തട്ടുമോ, ഈ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നിങ്ങൾ ആ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ മതി. വണ്ടി ക്ലച്ചെന്ന് കാലത്ത് വണ്ടി ഓഫായി, കാരണം ബ്രേക്ക് കാട്ടിക്കുന്നുണ്ട്. ക്ലച്ചെന്ന് കാലത്ത് വണ്ടി ഓഫായി പോകും. ബ്രേക്കിൻ്റെ കാലം മറ്റേ കാല് നേരെ ആക്സിലേറ്ററിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ വാഹനം എടുക്കുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലരും വന്ന് ചോദിച്ചു, ഒറ്റയ്ക്ക് എങ്ങനെ ഒരു വാഹനം ഓടിക്കാൻ പറ്റുമോ, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കും ഒരു വാഹനമുണ്ട്, ലൈസൻസും ഉണ്ട്, അതുപോലെ തന്നെ വാഹനം ഓടിക്കാൻ പേടിയാണ്. അപ്പം നിങ്ങൾക്കും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിന്നാൽ നിങ്ങൾക്കും പേടി കൂടാതെ സ്വന്തമായിട്ട് ആരുടെ ആശ്രയം കൂടാതെ ഒറ്റയ്ക്ക് വാഹനത്തിൽ കയറിയിരുന്ന് ഒരു വാഹനം എങ്ങനെ ഓടിക്കാൻ പഠിക്കാം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാകൂ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാം. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറന്നു പോകാതെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മറക്കാതെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കാം. ആ വാഹനം കിടക്കുന്ന വാഹനം എന്തൊക്കെ ചെയ്തിട്ടാണ് ആ വാഹനം എടുക്കുന്നത്, അതെങ്ങനെയൊക്കെ എടുത്തിട്ടാണ് കറക്റ്റായിട്ട് ആ വാഹനം മുൻപോട്ട് എടുക്കാൻ പറ്റുക എന്നതിനെപ്പറ്റി ഈ ആളിനെ കൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യിപ്പിച്ച് ആ ആളിനെ കൊണ്ട് തന്നെ മുൻപോട്ട് എടുപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഒരു പേരിടുന്ന സമയത്ത് ഏതൊക്കെ അക്ഷരമുണ്ടോ ആ അക്ഷരം നമ്മൾ ക്രമമായിട്ട് എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ പേരാകത്തുള്ളൂ. നമുക്കൊരു 4 അക്ഷരം കൂടുന്നതാണ്, അതിലെവിടെയെങ്കിലും നമ്മുടെ ഒരു അക്ഷരം മാറ്റിയും തിരിച്ചു എഴുതിയാലും എന്ത് ചെയ്യത്തില്ല, നമ്മുടെ പേര് കറക്റ്റായിട്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ ഇടത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾ ഒരു വാഹനത്തിൽ കയറി എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കുന്നത്, ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും ഇടാതെ അത് ഞാൻ കറക്റ്റായിട്ട് ക്രമമായിട്ട് ആ അക്ഷരങ്ങൾ പറക്കി വെച്ച് ഞാൻ എഴുതി തരികയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു അക്ഷരങ്ങൾ, അതായത് നമ്മുടെ പേരിടുന്നത് പോലെ ഇതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യുന്നു, ആദ്യം എന്ത് ചെയ്തിട്ട് അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇതിന് ശേഷം എങ്ങനെയാണ് വാഹനം എടുക്കുന്നത്, ഇതൊക്കെ കറക്റ്റായിട്ട് ഞാൻ ക്രമമായിട്ട് നമ്മുടെ പേരിടുന്ന പോലെ തന്നെ ക്രമമായിട്ട് എഴുതി തരികയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വന്നിരുന്ന് നമ്മുടെ അക്ഷരം മാറി തിരിഞ്ഞ് പോകാതെ നമുക്ക് അല്ല കയറി ഇരുന്ന് കഴിയുമ്പോഴേ നമ്മൾ സീറ്റ് ബെൽറ്റ് ആണോ ഇടുന്നത്, അല്ലാതെ എന്ത് ചെയ്തിട്ടാണ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് എടുക്കാം, അതിനുശേഷം എപ്പോഴാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്, ഈ കാര്യങ്ങൾ ക്രമമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് ആൾ വാഹനത്തിൽ കയറി ആദ്യം എന്ത് ചെയ്തു, ആൾ ബ്രേക്കിൽ ചവിട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നു. ബ്രേക്കിൽ ചവിട്ടിക്കൊണ്ട് സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യുക. നമ്മുടെ ഈ വലത്ത് കൈ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് കൈ കൊണ്ട് നമ്മുടെ ആ സീറ്റിന് താഴെയായിട്ട് ഒരു ക്ലിപ്പുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ചാരിൻ്റെ 2 സീറ്റിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ചാര് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ലെഫ്റ്റ് കൈ നമ്മുടെ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് റൈറ്റ് കൈ കൊണ്ട് നമ്മുടെ സീറ്റ് എന്ത് ചെയ്യുക, ക്ലിയർ ആക്കുക. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തില്ല, നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രേക്കിലും നമ്മുടെ സ്റ്റിയറിങ്ങിനും പിടിച്ച് കറക്റ്റായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റ് നമുക്ക് ക്ലിയർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തില്ല, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്താൻ പ്രയാസമുണ്ടാകും. അതുപോലെ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുവാനും പ്രയാസമുണ്ടാകും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ബ്രേക്കിൽ കാല് ചവിട്ടിക്കൊണ്ട് സ്റ്റിയറിങ്ങിലും പിടിച്ചിട്ട് എന്ത് ചെയ്യുക, സീറ്റ് ക്ലിയർ ചെയ്യുക. ഈ സീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം അപ്പോൾ ആളിന് കറക്റ്റായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രാണോ എന്ന് ശ്രദ്ധിക്കുക. അതിന് നമ്മൾ ന്യൂട്രാക്കുന്നത് നോക്കുക. നമ്മൾ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അടിക്കേണ്ടത്, ഇതുപോലെ മേലോട്ടും താഴോട്ടും കൊണ്ട് നോക്കുക. കാരണം ഈ ഒരു രീതിയിൽ മേലോട്ടും താഴോട്ടും കൊണ്ട് സെൻറ്റർ വരുമ്പോൾ എന്തായി, ന്യൂട്രായി. അതിനുശേഷം എന്ത് ചെയ്യുക, ന്യൂട്രായതിനു ശേഷം ചാവി തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിനായിട്ട് ഒന്ന് തിരിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തില്ല, നമ്മുടെ മീറ്ററിനകത്ത് ലൈറ്റ് കത്തില്ല, നമ്മുടെ വണ്ടി സ്റ്റാർട്ടുമായിട്ടില്ല. ഒന്നുകൂടെ തിരിച്ചപ്പോൾ എന്ത് ചെയ്തു, സ്റ്റാർട്ടായിട്ടില്ല, മീറ്ററിനകത്ത് ലൈറ്റുകൾ വന്നു. അപ്പോൾ നമ്മൾ പഴയ വണ്ടി ആകുമ്പം ലൈറ്റ് കുറവായിരിക്കും, പുതിയ വാഹനത്തിനൊക്കെ ആകുമ്പം കുറേ ലൈറ്റുകൾ കാണും. പഴയ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ലൈറ്റുകളെ കാണത്തുള്ളൂ. അതിനകത്തൊരു സൗണ്ട് ഉണ്ടാകും. ആ സൗണ്ട് നിന്നതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ തിരിക്കുക.
വണ്ടി സ്റ്റാർട്ടായി. ഇത്രയേ ഉള്ളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വരെ ഉള്ള കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിലൊരു വാഹനം കിടക്കുന്ന സമയത്ത് ഇറക്കത്തായിരിക്കാം നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ പോർച്ചിൽ കിടക്കുന്നത്. അപ്പോൾ ഈ വാഹനം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുമ്പോട്ട് പോയി ഇടിക്കുമോ, അല്ലെങ്കിൽ വണ്ടി പോയി മുന്നേ പോയി തട്ടുമോ, ഈ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, നിങ്ങൾ ആ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ മടിക്കുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ വണ്ടി സ്റ്റാർട്ടായത്? നമ്മൾ വണ്ടി സ്റ്റാർട്ടായിട്ട് മുന്നോട്ട് അനങ്ങിയോ? ഇല്ല. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല എന്ത് ചെയ്യാൻ നമുക്കൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലുള്ള പേടി വരാൻ കാരണം നിങ്ങൾക്ക് ആ വാഹനത്തിന് എന്തൊക്കെ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ വേറെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. നമുക്ക് അവിടെ കുറേ സ്വിച്ചുകളുണ്ട്, ലെഫ്റ്റ് സൈഡിലായാലും റൈറ്റ് സൈഡിലായാലും. അവിടെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇപ്പം എന്തെങ്കിലും ചെയ്തോ? ഇല്ല. നമ്മൾ ആകെ എന്താ ചെയ്തത്, നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്തു, അതിനുശേഷം ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കി നമ്മുടെ ചാവി തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. വേറെ നമ്മൾ അവിടുത്തെ സ്വിച്ചിലോ ഇവിടുത്തെ സ്വിച്ചിലോ ഒന്നും നോക്കണ്ട, വണ്ടി സ്റ്റാർട്ടായി. ഈ സ്റ്റാർട്ടായതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ, അതായത് ലെഫ്റ്റ് സൈഡിലെ മിററുകളും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിററുകൾ എന്ത് ചെയ്യുക, നമുക്ക് അനുകൂലമാക്കി വെക്കുക. അതായത് നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആ മിറർ നമ്മുടെ ഇത് കണ്ടില്ലേ, ഈ ഒരു കാൽഭാഗം, നമ്മുടെ ഈ കാൽഭാഗം നമുക്ക് ബോഡി കാണത്തക്ക പോലെ, മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളിങ്ങനെ കിളത്തിയും അതുപോലെ തന്നെ ഇതുപോലെ താത്തും അതുപോലെ തന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇതാണ്ട് ഈ ഒരു രീതിയിലും മുക്കാൽ ഭാഗം ബോഡിയും കാൽ ഭാഗം വ്യൂവും കാണത്തക്ക പോലെ വെക്കരുത്. നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു കാൽ ഭാഗവും അതുപോലെ തന്നെ മുക്കാൽ ഭാഗം വ്യൂവും കാണത്തക്ക പോലെ നമ്മുടെ ഷോൾഡർ മാത്രം ചരിച്ച് ഇത് പോയി കണ്ടില്ലേ, അങ്ങോട്ട് നമ്മളെ ഷോൾഡറിന് അപ്പുറത്തോട്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ തല പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് ഷോൾഡറിന് ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ തല പോകാൻ പാടില്ല. നമുക്ക് ആ ഇരിപ്പിനനുസരിച്ച് നമ്മുടെ കുനിഞ്ഞും അല്ലാതെ കളന്നും എന്ത് ചെയ്യരുത്, ഒരു കാരണം പോകാൻ നമുക്ക് ആ ഇരിപ്പിനനുസരിച്ച് തന്നെ അങ്ങോട്ട് ചരിക്കുമ്പോഴേ നമുക്ക് ആ മിററിൽ കാണത്തക്ക ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലെ മിററുകൾ നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, പല വാഹനത്തിനും എന്താ ഇവിടെ നമുക്ക് ഒരു ബട്ടൺ ആയിരിക്കും നമുക്ക് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആ വാഹനം സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വണ്ടി ഓഫ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തില്ല, ഇതൊന്നും വർക്കാകത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അതായത് ഈ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു വാഹനത്തിൽ കയറി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന ഏതൊരു മാനുവൽ വാഹനം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്താൽ എടുക്കാം. ഓട്ടോമാറ്റിക് വാഹനമല്ല, മാനുവൽ വാഹനം. ഏതൊരു വാഹനം വലിപ്പം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, നിങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ട. വാഹനത്തിനകത്ത് കുറേ സ്വിച്ചും കാര്യങ്ങളും ഫംഗ്ഷനുകളൊക്കെ ഇരിപ്പുണ്ട്, അത് കണ്ടുകൊണ്ടൊന്നും എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട. ഏതൊരു ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന മാനുവൽ വാഹനവും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ. പിന്നെ പല വാഹനത്തിനും ഇപ്പം ചാവി അല്ലായിരിക്കും, ബട്ടൺ ആയിരിക്കും. എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ സ്വിച്ച് ബട്ടൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ, ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വാഹനവും എന്ത് ചെയ്യാം, പേടി കൂടാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്തു. ഈ മിറർ ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സൈഡിലെ കാലെന്ത് ചെയ്യാം, ഒന്നുകൂടെ നമ്മൾ പ്രസ് ചെയ്ത് രണ്ട് സൈഡിലെ നമ്മുടെ ഗിയർ നിങ്ങൾക്ക് അടയാളം തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ഗിയർ എവിടെ കിടക്കുന്നത്, നമ്മുടെ അങ്ങേ അറ്റത്ത് ചെന്നിട്ട് അങ്ങേ അറ്റത്തോടെ തന്നെ താഴോട്ട് ചെന്ന് എന്ത് ചെയ്യും, ഫസ്റ്റ് വീഴും. നമുക്ക് ഏതൊരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് ഏത് ഗിയറിൽ എടുക്കണം, ഫസ്റ്റ് ഗിയറിൽ വേണം എടുക്കാൻ. നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു, അങ്ങേറ്റത്ത് കൊണ്ടുപോയി ഫസ്റ്റ് ഗിയർ ഇട്ടു. ഈ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മുടെ കാലിപ്പോൾ എവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട്. നമ്മൾ എപ്പോൾ വെച്ചാണ് ബ്രേക്കിൽ കാല്, നമ്മൾ കയറിയപ്പോൾ വെച്ചാണ്. നിങ്ങൾ ഒരു കാരണവശാലും റൈറ്റ് സൈഡിലെ കാൽ എന്ത് ചെയ്യരുത്, മാറ്റിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ കയറി ഇരിക്കുമ്പോൾ സീറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല ആ ബ്രേക്കിൽ കാലിരിക്കേണ്ടത്. നമ്മൾ കയറി ഇരുന്നപ്പോൾ നമ്മുടെ കാല് വെച്ചാണ്, നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ എവിടെയൊക്കെ കാലിരിപ്പുണ്ട്, ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട്. ഈ ഒരു കാല് ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ചെന്ന് കാലെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നമുക്ക് വണ്ടി ക്ലച്ചെന്ന് കാലെടുത്താൽ വണ്ടി ഓഫ് ആയി. കാരണം ബ്രേക്ക് കാലിരിക്കുന്നുണ്ട്, ക്ലച്ചെന്ന് കാലെടുത്താൽ വണ്ടി ഓഫ് ആയി പോകും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആ കൈ, അതായത് നമ്മുടെ ഗിയറിലിരിക്കുന്ന കൈ എന്ത് ചെയ്യുക, നമ്മൾ നേരെ താഴോട്ട് കൊണ്ടുപോകുക. എന്താ കാരണം, അവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് ഇരിപ്പുണ്ട്. കണ്ടോ, ഈ ഹാൻഡ് ബ്രേക്ക് എടുക്കേണ്ട എങ്ങനെ വെച്ചാൽ നേരെ മേലോട്ട് പൊക്കുക. പൊക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ താഴെ മുട്ടുന്ന വരെ എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് തന്നെ പിടിച്ച് അത് ചെയ്യുക. കാരണം പലരും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യും, വാഹനം എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്തു, നമ്മുടെ റൈറ്റ് സൈഡിൽ, കാരണം നമ്മൾ ഒരു വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം എവിടെയായിരിക്കും റോഡിൻ്റെ കിടക്കുക, നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വാഹനം കിടക്കുക. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു വാഹനം
നമ്മൾ ഒരു വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് കയറാറുള്ളത്? നമ്മൾ റോഡിലോട്ടാണ് കയറേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് ഏത് മിററാണ് നോക്കേണ്ടത്? റൈറ്റ് സൈഡിലെ മിററാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വാഹനം കിടക്കുന്നു, നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ചെയ്ത മിററിൽ നോക്കുക, വാഹനം വല്ലതും വരുന്നുണ്ടോ, എങ്ങോട്ട് നമ്മൾ ബാക്കിലേക്ക് നോക്കുക, ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുക. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു വാഹനം വരുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ വാഹനം പോയിട്ടെടുത്താൽ മതി. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെയും സൈഡ് എവിടെയാണ്? ഈ വാഹനം പോകുന്ന പോലെ തന്നെ ആ വാഹനത്തിൻ്റെ സൈഡ് ഈ സൈഡ് തന്നെയാണ്. ഏത്? ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. കാരണം അവിടെ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ സൈഡാണേത്? റൈറ്റ് സൈഡ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ബൈക്കിൽ കൂടെ വരുന്ന വാഹനം എന്ത് ചെയ്തില്ല? ഈ റൈറ്റ് സൈഡിലൂടെ വരത്തില്ല, നമ്മളെ ചേർന്ന് എന്ത് ചെയ്തുള്ളൂ? വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതി ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ശീലം എങ്ങോട്ട് ഒടിഞ്ഞു കിടക്കുകയായിരിക്കും, റൈറ്റിലോട്ട് ഒടിഞ്ഞു കിടക്കുമായിരിക്കും. നിങ്ങൾ നോക്കാതെ, മിററിൽ നോക്കാതെ മുൻപോട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ ചേർന്നൊരു വാഹനം വന്നാൽ, ഒരു ബൈക്ക് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ എടുക്കുന്ന സമയത്ത് മിററിൽ നോക്കാൻ എടുത്താൽ എന്ത് ചെയ്യും? ആ വാഹനത്തെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഈ മിററിൽ നോക്കാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? വാഹനം എടുക്കരുത്. നമ്മളിപ്പം മിററിൽ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം, കാരണം നമുക്ക് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? വാഹനം പോകത്തുള്ളൂ. നമ്മുടെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാതിരുന്ന എന്ത് ചെയ്തില്ല? ഒരു വാഹനം പോകത്തില്ല. അപ്പം നമ്മൾ ആദ്യം മിററിൽ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു തരാനുള്ളത്, ഒന്ന്, നമ്മുടെ ബ്രേക്കിലും ആക്സിലേറ്ററിലുമാണ് നമുക്ക് റൈറ്റ് കാല് വെക്കേണ്ടത്. നമ്മുടെ കാലെന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്കിൽ ചവിട്ടുന്ന കാല് പൊക്കി ചവിട്ടാൻ പാടില്ല. നമ്മുടെ ഉപ്പൂറ്റി എന്ത് ചെയ്യുക? നമ്മുടെ താഴെ ഉപ്പൂറ്റി ഉറപ്പിച്ച് വെച്ചുകൊണ്ട് നമ്മൾ മേളിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ ഇങ്ങനെ ടാറ്റ പോലെ ആയിരിക്കണം ചെയ്യുക. അല്ല നിങ്ങൾ എന്ത് ചെയ്യരുത്? മേളിൽ നിന്ന് ഇങ്ങനെ പൊക്കി നിങ്ങൾ ബ്രേക്ക് കാല് വെക്കുകയും അതുപോലെ തന്നെ ആക്സിലേറ്റർ വെക്കുകയും ചെയ്യരുത്. അതാണ് നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് വാഹനം നിർത്താനും എടുക്കാനും ആ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാനും ഉള്ള പേടി അതാണ്. ബ്രേക്കിൽ നിങ്ങൾ കാല് മാറ്റാൻ നിങ്ങൾക്ക് പേടി ഉണ്ടാകുന്നത് അതാണ്. കാരണം നിങ്ങളിങ്ങനെ പൊക്കി ചവിട്ടുന്നുണ്ടാണ്. ഒരിക്കലും പൊക്കി ചവിട്ടരുത്. ഉപ്പൂറ്റി താഴെ ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഒരു രീതി പ്ലേ മാത്രം എന്ത് ചെയ്യാം ബ്രേക്കിൽ. അതുകൊണ്ട് ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ പ്രസ് ചെയ്യാൻ. അല്ലാതെ എന്ത് ചെയ്യരുത്? മേളിൽ നിന്ന് ഒരു കാരണവശാലും എടുത്തെറിയരുത്. പെട്ടെന്ന് ഇതുപോലെ എടുത്ത് ചവിട്ടുകയും താഴെ മുട്ടാതെ എന്ത് ചെയ്യരുത്? ചവിട്ടുകയും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആക്സിലേറ്റർ പെട്ടെന്ന് അങ്ങനെ കാല് അതുപോലെ തന്നെ പൊക്കി വെച്ച് ചവിട്ടുകയും ചെയ്യരുത്. താഴെ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രസ് ചെയ്ത് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ തന്നെ ചവിട്ടുക. ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? ബ്രേക്കിലും ആക്സിലേറ്റർ ഉപയോഗിക്കാൻ. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ആക്സിലേറ്ററിൻ്റെ അവിടെ കാല് വെച്ചുകൊണ്ട് ക്ലച്ച് ഇരിക്കുന്ന കാല്, ലെഫ്റ്റ് സൈഡിലെ കാല് എന്ത് ചെയ്യരുത്? ബ്രേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട് ഈ കാല് ഇങ്ങോട്ട് വരരുത്. നമുക്ക് ലെഫ്റ്റ് കാല് ക്ലച്ചിന് മാത്രമുള്ളതാണ്. ബ്രേക്കിനും ആക്സിലേറ്ററിനും നമുക്ക് റൈറ്റ് കാലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മുടെ ബ്രേക്കിൽ കാലിരിക്കുന്നു, നമ്മൾ മിററിൽ നോക്കിയതിന് ശേഷം എന്ത് ചെയ്തു? നമ്മുടെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി. ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്ന സമയത്ത് നമ്മുടെ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് നേരെ എന്ത് ചെയ്യുക? അത് ആക്സിലേറ്ററിലേക്ക് വരിക. കണ്ട, നമ്മൾ ചവിട്ടി നമുക്ക് ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ലെങ്കിലും ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്ന കാല് എങ്ങോട്ട് വരണം? നമുക്ക് ആക്സിലേറ്റർ ചവിട്ടിയില്ലെങ്കിലും അതിൻ്റെ മുകളിൽ വേണം എന്ത് ചെയ്യാൻ? ഇരിക്കാൻ. അപ്പം നമ്മൾ അവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയ കാല് നേരെ ആക്സിലേറ്ററിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ച് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു രീതിയിൽ. അപ്പം ക്ലച്ചിൽ നിന്ന് എങ്ങനെ കാലെടുക്കണമെന്ന് ചോദിച്ചാൽ മെല്ലെ പേപ്പർ കനത്തിനും എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു വാഹനം എടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ? ഒരു വാഹനം നമുക്ക് എടുക്കാൻ പറ്റും. അല്ല നിങ്ങൾ അതിനകത്ത് കയറി നിങ്ങൾക്ക് അതിനകത്ത് കുറേ സ്വിച്ചുകളുണ്ട്, അതൊക്കെ എന്തെങ്കിലും ചെയ്യാനാണോ? അതൊക്കെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോവോ, തട്ടുവോ, മുട്ടുവോ, വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ ഒരു വാഹനം കറക്റ്റായിട്ട് നമുക്ക് മുൻപോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സ് അറിയിക്കണം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.